ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ പതിവ് പോലെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് BB7 റിവ്യൂമായിട്ട്. വെൽക്കം ടു BB ടോക്സ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പിസോഡ് കണ്ടു തുടങ്ങുമ്പോൾ പാട്ടുകളൊക്കെ മാറ്റി നിർത്തുന്നു എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ ഇപ്പം ഞാൻ പൊതുവേ ഈ എപ്പിസോഡ്സിലൊക്കെ കണ്ടിരിക്കുന്നത് ഒരു പെൺകുട്ടികളുടെ ഗ്യാങ്, കുറച്ച് ആൺകുട്ടികളുടെ ഗ്യാങ്, പിന്നെ അതല്ലാത്ത കുറച്ച് പേര്, അങ്ങനെ ഒരു ഗ്യാങ് ഇപ്പം തന്നെ ഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിൽ കുറച്ച് നല്ലവരായിട്ടുള്ള ആൾക്കാരുടെ, പിന്നെ കുറച്ച് കുറ്റം കുറവുകളും പുറത്തുള്ളതും അതും ഇതുമൊക്കെ പറയുന്ന കുറേ ആൾക്കാരുടെ ഒരു ഗ്യാങ്, പിന്നെ അതും അല്ലാത്ത ഇത് രണ്ടിലും പെടാത്ത കുറച്ച് ആൾക്കാരുടെ ഒരു ഗ്യാങ് ഒക്കെയാണ്. ഇതിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടതും ഏറ്റവും കൂടുതൽ നമ്മുടെ ചർച്ചയാകാൻ പോകുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ടാസ്ക്കാണ് മോർണിംഗ് ടാസ്ക്കാണ് ആദ്യത്തേത്. മോർണിംഗ് ടാസ്കിനെ പറ്റി സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ക്യാപ്റ്റനെ പറ്റി സംസാരിക്കാം. നമ്മുടെ ക്യാപ്റ്റൻ അനീഷിൻ്റെ കാര്യം അറിയാമല്ലോ. അനീഷ് കോമണറായിട്ട് വരുന്നു എന്നുള്ള എനിക്കറിയില്ല, അത് എന്തിനാണ് എപ്പോഴും ഞാൻ കോമണറാണ്, എനിക്ക് അറ്റൻഷൻ വേണം, എന്നെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട രണ്ട് ഫാക്ടറുണ്ട്. അദ്ദേഹം ക്യാപ്റ്റനായി, എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ ഫസ്റ്റ് ക്യാപ്റ്റനായിട്ട് അയാളെ തെരഞ്ഞെടുത്ത സ്ഥിതിക്ക് മറ്റുള്ളവർ ഒരു ക്യാപ്റ്റന് കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും അദ്ദേഹത്തിന് കൊടുക്കണം എന്നുള്ളതാണ്. മറ്റുള്ള ആൾക്കാർ ബഹുമാനിക്കുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നുമുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഒരു ചെറിയ ഇൻസിഡൻറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, മോർണിംഗ് ടാസ്കുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഗാർഡൻ ഏരിയയിൽ ഇരിക്കണം എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ്. അപ്പോൾ ആ സമയത്ത് കുറച്ച് പേർ അവിടെ വന്നിരിക്കുന്നു. ആരിനൊക്കെ ആണെങ്കിലും ഫേസിൽ വെയിലടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കയറിപ്പോവുക. അപ്പോൾ ബിഗ് ബോസിനെയും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, ക്യാപ്റ്റനെയും റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരു രീതിയാണ് ആരിനൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓരോരുത്തരായിട്ട് പോകുന്നു, വരുന്നു, ഇരിക്കുന്നു. ഒരു ഡിസിപ്ലിൻ അല്ലാത്തൊരു ഷോ ആയിട്ട് മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഷോ ആയിട്ട് മാറുന്നുണ്ട്. കാരണം ഈ തവണ വന്നിരിക്കുന്ന മത്സരാർത്ഥികളൊന്നും റൂൾസ് കൃത്യമായിട്ട് പാലിക്കാൻ താല്പര്യമില്ലാത്ത, ഈ ബിഗ് ബോസ് പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ എന്തൊക്കെയോ പഠിച്ചു വന്നിട്ടുള്ള, ഞാൻ ചിലപ്പോൾ എഗനസ്റ്റായിട്ട് നിന്നാൽ പുറത്ത് വൈറലാകും എന്നുള്ളൊരു ധാരണയുള്ള ആൾക്കാരൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാവരും എണീറ്റ് പോകുന്നു. അപ്പോൾ ആ സമയത്ത് ക്യാപ്റ്റൻ പറയുന്നുണ്ട്, ഞാൻ ക്യാപ്റ്റനാണ് പറയുന്നത്, നിങ്ങളിവിടെ വന്നിരിക്കും എന്നാലേ ടാസ്ക് തുടങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അനാവശ്യമായിട്ടുള്ളൊരു ആർഗ്യുമെൻ്റ് ആണ് നടക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് അപ്പാനിശരത്ത് ഇങ്ങനെ പറയാം, നീ ആരോടാ പറയും, നീ പറയണ്ടടാ, നീ പോടാ എന്നൊക്കെ ഉള്ളൊരു സംസാരമാണ്. അദ്ദേഹം ഒരു ക്യാപ്റ്റനാണ്, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനാണ്. ആ ഒരു ബഹുമാനം കൊടുക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പൊതുവെ ജെനുവിനായിട്ട് കളിക്കുന്ന മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ 2-3 ദിവസത്തിനുള്ളിൽ മനസ്സിലാക്കുന്നത് അപ്പാനി ശരത്ത് തന്നെയാണ്. ഭയങ്കര ജെനുവിനായിട്ട് ഫണ്ണായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഇത്തരത്തിലുള്ള ചില പെരുമാറ്റങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല, പക്ഷെ ഭയങ്കര ജെനുവനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനെ അനീഷിനെ സംസാരിക്കുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പോകുന്നു. അപ്പം ഈ ഡേയിലെ മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെയുള്ള ആൾക്കാർക്ക് ഇത്രയും ദിവസം കണ്ടതിൽ ഏറ്റവും നല്ല ആൾക്ക് ഒരു നിക് നെയിം കൊടുക്കുക, ഏറ്റവും മോശമെന്ന് തോന്നിയിട്ടുള്ള ആൾക്കാർക്ക് ഒരു നിക് നെയിം കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്, അല്ലെങ്കിൽ പ്രേക്ഷകർ നാളെ ചർച്ച ചെയ്യാൻ പോകുന്ന കണ്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്ബർ ഖാൻ വന്നിട്ട് ഇഷ്ടമുള്ള വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരാളുടെ പേര് പറയുന്നു, ഇഷ്ടമില്ലാത്ത ആൾ ആര്, അയാളുടെ നിക് നെയിം പറയുമ്പോൾ രേണുസുധിയാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തി എന്ന് പറഞ്ഞു. അതുവരെ ഓക്കെയാണ്. രേണുസുധീനെ കാണുമ്പം സെപ്റ്റിക് ടാങ്ക് പോലെ തോന്നുന്നു, സെപ്റ്റിക് ടാങ്ക് എന്നുള്ളൊരു നിക് നെയിം കൊടുത്തു. ഭയങ്കര മോശമായിട്ടുള്ള ഒരു നിലവാരമില്ലാത്ത പരിപാടിയാണ് അക്ബർ ചെയ്തതെന്ന് ഉള്ളതാണ് അഭിപ്രായം. ഒരു കാരണവശാലും അങ്ങനെ ഒരു രേണുസുധിയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്, എന്നാൽ യോജിപ്പും ഒക്കെ ഉണ്ടെങ്കിലും അക്ബർ പറഞ്ഞ ആ കാര്യത്തിനോട്, അല്ലെങ്കിൽ ഈ ഇട്ട് കൊടുത്ത പേരിനോട് യോജിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അത് യോജിക്കാൻ പറ്റില്ല. അക്ബറെ പോലുള്ള ഇത്രയും ജനപ്രീതിയുള്ള നല്ല ഗായകനായിട്ടുള്ള നല്ല കലാകാരനായിട്ടുള്ള ഒരു വ്യക്തി മറ്റൊരു വ്യക്തിനെ സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ അത് കുറച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. അതേപോലെ തന്നെ ഭൂരിഭാഗം പേരും ഈ അനീഷിനെ പറയുന്നുണ്ട്. അനീഷിന് പല പല പേരുകളാണ്, നിലവാരമില്ലാത്തവൻ, ഒരു ക്വാളിറ്റി ഇല്ലാത്തവൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഗെയിമിൻ്റെ കാര്യങ്ങൾ ഓരോന്ന് ചർച്ച ചെയ്യുമ്പം ഈ അപ്പാനി ശരത്തും ഈ പറയുന്ന അക്ബറും ആര്യനും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഗ്യാങ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അനീഷും ഒക്കെ ഉൾപ്പെടുന്ന, അജീഷൊക്കെ ഉൾപ്പെടുന്ന ഒരു ഗ്യാങ് ഉണ്ട്.
അപ്പം ഈ ഗ്യാങ്ങിൽ ഇങ്ങനെ ഓരോ വിഷയമായി ചർച്ചകൾ നടക്കുന്നു. അപ്പാനി ശരത്തും നമ്മുടെ രുദ്രനും കൂടെ സംസാരിക്കുന്ന ഒരു ടോക്കിൽ അവിടെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പാനി ശരത്തിന് ഇഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാരുടെ പേരിങ്ങനെ പറയുന്നു. അതിൽ സരിക ഉണ്ട്. അപ്പം പറയുന്നു, സരിക അവൾ പുറത്തെങ്ങനെയാണെന്ന് അറിയാമോ, എനിക്കറിയാം അവളെ തനി സ്വഭാവം, എൻ്റെ വാ തുറപ്പിക്കരുത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡയലോഗുകൾ. അത് കഴിഞ്ഞിട്ട് രേണുസുധീനെ രേണുസുധി ആരാ ഇത് ഇത്രമാത്രം ആഘോഷിക്കാൻ, റെഡിഷ ലിസ്റ്റ് വന്നപ്പം എൻ്റെ പേര് പറഞ്ഞാൽ ഓക്കെ എന്നുള്ളൊരു രീതിയും, അവിടെ അയ്യോ രേണുസുധിയോ ഒന്നും പറഞ്ഞിട്ട് ആഘോഷിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും, ഞാൻ ഇത്ര സിനിമ ചെയ്ത വ്യക്തിയാണ്, ഈ രേണുസുധിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വെൽക്കമിങ് കൊടുക്കുന്നു, അത് മനസ്സിലാവുന്നില്ല, അവരെന്ത് ചെയ്തിട്ടാണ് എന്നൊക്കെ ഉള്ളൊരു ടോക്ക് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സരികയുടെ കാര്യം സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, സരികയെ പറ്റി എനിക്കൊന്നും, ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ, എനിക്ക് ഞാൻ നേരിട്ടുള്ള ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സുധി എന്ന വ്യക്തിയായിട്ട് പുള്ളിക്ക് പരിചയമുണ്ട്, വർക്ക് ചെയ്തിട്ട്. സുധി നല്ല മനുഷ്യനാണ്, സുധിയുടെ ഭാര്യ സുധി കൊള്ളില്ല എന്നുള്ളൊരു ടോക്ക് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ വിലയിരുത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഒപ്പം തന്നെ അതുപോലെ തന്നെ അനുമോളെ പറ്റിയും ഈ അപ്പാനി ശരത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പാനി ശരത്ത് പറയാണ്, അനുമോൾ അവൾ ഭയങ്കര ഫേക്കാണ്, അവളെ പോലെ ഒരു കള്ളി ഈ ലോകത്ത് വേറെ ഇല്ല, എൻ്റെ ഭാര്യ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്, ഞാൻ ശരിക്കും വാക്ക് കൊടുത്തിട്ട് വന്നില്ലെങ്കിൽ ഞാൻ നല്ല കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞതിനൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം, ബിഗ് ബോസ് ഇടയ്ക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ട്, പുറത്തുള്ള കാര്യങ്ങൾ വെച്ച് അകത്ത് അതിനെ വലിച്ചിഴച്ച് ചർച്ചകൾ നടത്താൻ പാടില്ല, ഗെയിമിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം എന്ന് വാണിംഗും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം ജെന്യുവനായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തി എന്ന് തോന്നിക്കുന്ന വ്യക്തി ഇത്തരത്തിൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇതെങ്ങോട്ടാണ് ഈ പോക്കെന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. ഒരു ഇങ്ങനെ ഗ്രാഫ് പോകേണ്ട വ്യക്തി നേരെ പോയിട്ട് താഴേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പം ഈ നമ്മുടെ ആലപ്പുഴക്കാരി, അവരുടെ പേര് നമുക്ക് കുറച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്കെന്നല്ല ആളുകളിലേക്ക് മനസ്സിലാക്കാനെടുക്കുന്നത്, നമ്മളെ ആ കുട്ടീനെ പറ്റി പറയുന്നുണ്ട്. അപ്പം ആ ആളെ പറ്റി എനിക്ക് തോന്നുന്നു ഈ ഉള്ളതിൽ വെച്ച് വളരെ ഹാർട്ടിൽ നിന്ന് സംസാരിക്കുന്ന വ്യക്തി ആ കുട്ടി തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ആ കുട്ടീനെ ഇവർക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല, അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇരിക്കുമ്പോൾ ചൈത്യ ഇത്രയും ദിവസം അനങ്ങുന്നേലായിരുന്നു. ചൈത്യ ഇപ്പോൾ എന്നിട്ട് പറയും, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അനങ്ങാതിരുന്നത്, ഇപ്പം ഞാൻ ഓക്കെ ആയിട്ടുണ്ട്, ഇനി ഞാൻ എന്തും റെഡിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഓരോ കാര്യമില്ല. അതൊരു ടവലിൻ്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ചൈത്യ ക്യാപ്റ്റനോട് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു. ക്യാപ്റ്റനോട് ചോദിക്കും, നിങ്ങൾ എന്ത് ക്വാളിറ്റി ഇല്ലാത്ത ക്യാപ്റ്റനാണ്, തനിക്ക് ഇതൊക്കെ ശ്രദ്ധിച്ചൂടെ എന്നൊക്കെ. ഈ എടോ പോടോ താനെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മര്യാദ ഇല്ലാതെ ആണ് ശരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചൈത്യ അങ്ങനെ പറയുന്നു. പിന്നെ ബാത്റൂമിൽ മുടി കിടന്നു, ആ മുടി കൊണ്ട് ഈ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ടീമിലെ ആള് കൊണ്ട് ഇവിടെ കൊണ്ട് വേസ്റ്റ് ബിന്നിൽ ഇടുന്നു. അപ്പോൾ അതിനെ പിന്നെ ചോദ്യം ചെയ്യുന്നു. ബാത്റൂമാണ് ഗേൾസ് യൂസ് ചെയ്യുന്നത്, എന്താ നോർമലി മുടി ഉണ്ടാവും, അത് ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ കൊണ്ട് കളയുക എന്നുള്ളതാണ് അതിൻ്റെ സൊല്യൂഷൻ. പക്ഷെ അതിനെയൊക്കെ ബാത്റൂമിൽ മുടി കിടന്നു എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ വിഷയമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അത് ചെയ്യേണ്ടതായിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇവിടെയുള്ള പല മത്സരാർത്ഥികളും പഴയ ബിഗ് ബോസ് ഒക്കെ കണ്ട്, മലയാളവും ഹിന്ദിയും തമിഴും ഒക്കെ കണ്ട് അത് ഫീഡ് ചെയ്തിട്ട് അതിലെ പല സാധനങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. സ്വന്തമായിട്ട് ഇറങ്ങി കളിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല എന്നാണ് പറയാനായിട്ടുള്ളത്. പിന്നെ വരുന്നത് നമുക്ക് ടാസ്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരാളെ നമുക്ക് നോമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകാം, പുറത്തേക്ക് ഡയറക്റ്റ് എലിമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് കളയാം എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ചർച്ച ആയത്, ശാരിക പുറത്തേക്ക് പോയി, ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തത് രേണുസുധി പുറത്തു പോയി എന്നുള്ളത്. ഈ രേണുസുധിയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് രേണു കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കളിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. എങ്കിൽ പോലും രേണുസുധിൻ്റെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പുറത്ത് നടക്കുന്ന ഈ ഹെയ്റ്റ് ക്യാമ്പയിനിങ് അല്ലെങ്കിൽ നെഗറ്റീവ് PR എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. രേണുസുധി ഔട്ടായി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടൊരു ന്യൂസ് ഈ സമയം വരെയും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നീട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പം വരാൻ പോകുന്ന ഒരു ഗെയിമാണ്. മത്സരം ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തോ എന്ന് ചോദിച്ചാൽ, ഗെയിം സ്പിരിറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ തിരി കൊളുത്തി വിടുന്ന ഒരു തരത്തിലുള്ള ഗെയിം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
തന്നെ ഇപ്പം മത്സരാർത്ഥികൾ കുറച്ച് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ച് അവരുടെ കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അജീഷ് എന്ന് പറഞ്ഞിട്ട് വ്യക്തിനെ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസബിലിറ്റി ഒക്കെ നമുക്കറിയാം. എങ്കിലും അനാവശ്യമായിട്ട് ഷൗട്ട് ചെയ്യേണ്ട സ്ഥലം ഇല്ലാത്തത് അവിടെ പോയിട്ട് ഷൗട്ട് ചെയ്യുക, അനാവശ്യമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കുക, അലറി വിളിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു രീതി കണ്ടിട്ടുണ്ട്. അപ്പം അനീഷാണെങ്കിലും പലപ്പോഴും പറയേണ്ട കാര്യങ്ങൾ പറയുന്നില്ല, എന്നാൽ അനാവശ്യമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ആര്യനാണേലും ആര്യൻ കുറച്ച് ക്യൂട്ട്നെസ് പിടിച്ച് യങ് ആൾക്കാരുടെ വൈബിലേക്ക് വരാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ആര്യൻ നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിലപാടുകൾ വ്യക്തമാക്കുന്നില്ല. പലപ്പോഴും പല ആളുകളെയും മോശം രീതിയിലേക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടലി അവിടെ നിന്ന് കിട്ടുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് കണ്ടന്റ് ആണ്. പക്ഷേ എന്നാൽ പോസിറ്റീവ് കണ്ടന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കണ്ടന്റ് ഉണ്ട്. അതുപോലെ തന്നെ BB ഇപ്പം ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലൈവിൽ ചെറിയൊരു പ്രശ്നം, രേണു സുധിയുടെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അക്ബർ ഖാൻ പറഞ്ഞ ഈ കാര്യത്തിനോട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരിട്ട് വിളിച്ചതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കമൻറ്റ് ബോക്സിൽ എനിക്ക് റിപ്ലൈ തരണം. എന്തായാലും അങ്ങനെ ഒരാളെ വിളിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് കൊടുക്കേണ്ട വ്യക്തിയാണോ രേണു സുധി എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും നാളെ കാണാം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.